അച്ഛാ, അമ്മേ, എന്നോട് പൊറുക്കണം. എനിക്ക് വേറെ വഴിയില്ല. ആദി, ചേച്ചിയെ രക്ഷിക്കാൻ നീ ഒരുപാട് ശ്രമിച്ചു. ഞാൻ പോയി എന്നറിയുമ്പോ നീ വിഷമിക്കല്ലേ മോനെ. ഇതെന്റെ വിധിയാ. മുത്തശ്ശ, മുത്തശ്ശി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവിടെ വച്ചതാണല്ലോ. ഇതിനകത്ത് തന്നെയല്ലേ വെച്ചത്? ഇതാണോ അന്വേഷിക്കുന്ന ഏട്ടത്തി? ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ശ്രീയേട്ടനെ കുറിച്ച് ഏട്ടത്തി ആലോചിച്ചോ? പോട്ടെ, ഏട്ടത്തിയുടെ സ്വന്തം വീട്ടുകാരെ കുറിച്ചെങ്കിലും ആലോചിച്ചോ? എന്താ ഏട്ടത്തി, എന്താ ഒന്നും പറയാത്തെ? എന്നെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ? ഇല്ലല്ലോ. എന്റെ ജീവിതം എന്തായി തീരുമെന്ന് ആരും ആലോചിച്ചില്ല. പിന്നെന്തിനാ ഞാൻ അവരെ കുറിച്ച് പിന്നെന്തിനാ ഞാൻ ചിന്തിക്കുന്നത്? എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതാ. എനിക്ക് വേണ്ടത് എന്താണെന്ന് ആരും ചോദിച്ചില്ല. അതാർക്കും അറിയാനും താല്പര്യമില്ലായിരുന്നു. എന്റെ ലൈഫല്ലേ, മിനിമം അത്രയെങ്കിലും ആലോചിക്കായിരുന്നല്ലോ. എനിക്കിഷ്ടമല്ലാത്തൊരു ജീവിതത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് എല്ലാരും കൂടെ എന്നെ തള്ളിവിട്ടു. ഏട്ടത്തി, ശ്രീയേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ഏട്ടത്തിക്ക് താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ താലി കെട്ടുന്നതിന് മുന്നെങ്കിലും ഏട്ടത്തി അത് പറയണമായിരുന്നു. സ്വന്തം വീട്ടുകാരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ മുത്തശ്ശനോടെങ്കിലും അത് പറയായിരുന്നില്ലേ? എനിക്ക് മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ കഴിയില്ല. മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സ്വാർത്ഥയായ സ്ത്രീ എന്റെ ഏട്ടത്തിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. മുത്തശ്ശനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഏട്ടത്തി ഈ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷേ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതേ മുത്തശ്ശൻ ജീവനോടെ ഉണ്ടാവുമോ? അതെപ്പോഴെങ്കിലും ഏട്ടത്തി ആലോചിച്ചിട്ടുണ്ടോ? വീട്ടുകാരുടെ കാര്യം പോട്ടെ, ശ്രീയേട്ടനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ശ്രീയേട്ടൻ ജീവിച്ചിരിക്കോ? ആദ്യം ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്റെ ശ്രീയേട്ടനായിരിക്കും. എന്റെ ഏട്ടൻ ഒരു പാവോ ഏട്ടത്തി. ഏട്ടത്തിയോട് എന്ത് സ്നേഹാന്നറിയോ? ഏട്ടത്തി ഏട്ടൻ കാണുന്നത് ഒരു ദേവിയെ പോലെയാ. അമ്പലം ഉണ്ടാക്കിയിട്ടില്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ. മാളു, ഞാൻ ആഗ്രഹിച്ച ജീവിതം അല്ല ഇത്. ഏട്ടത്തി ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജീവിതമായിരിക്കും ശ്രീയേട്ടന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്ന. ഇപ്പൊ ഏട്ടത്തിക്ക് അത് മനസ്സിലാവില്ല, പക്ഷെ ഒരു ദിവസം അത് മനസ്സിലാവും ഏട്ടത്തി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യം ശ്രീയേട്ടനോട് പറയാം. വേണ്ട, ശ്രീനാഥ് ഇക്കാര്യം അറിഞ്ഞ പിന്നെ മുത്തശ്ശൻ അറിയും. മുത്തശ്ശൻ അറിഞ്ഞ വലിയ പ്രശ്നമോ? ആരും ഒന്നും അറിയരുത് മാളു. ശരി, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഇനി മേലാൽ ഏട്ടത്തി ഇങ്ങനൊന്നും ചിന്തിക്കില്ലെന്ന് എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം.